ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പോണ്ട് ഫിൽറ്ററായ ലൂപ്പ് 7000 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എഹീം എന്ന ബ്രാൻഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1947 സ്റ്റാർട്ട് ചെയ്ത ഒരു ജർമ്മൻ ബ്രാൻഡായ എഹീം ഇന്ന് വേൾഡ് മാർക്കറ്റിൽ ഒരുപാട് അക്വാട്ടിക് റിലേറ്റഡ് പ്രൊഡക്ട്സ് ഇറക്കുന്ന ടോപ്പ് 5 കാറ്റഗറിയിൽ പെടുന്ന ഒരു ബ്രാൻഡാണ്. ഇനി നമ്മുടെ ലൂപ്പ് 7000 വരികയാണെങ്കിൽ ആഡ് ചെയ്യുന്ന ഫിഷസിനനുസരിച്ചിട്ട് ഇത് 3 വിധത്തിൽ യൂസ് ചെയ്യാം. ഇതിൽ ആദ്യത്തേത് 7000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫിഷിനിടാത്ത അല്ലെങ്കിൽ നമ്മൾ മീനിടാത്ത ഫിഷ്ലെസ് ആയിട്ടുള്ള പോണ്ടിലേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക. രണ്ടാമതായിട്ട് ചെറിയ മീനുകളിടുന്ന 3500 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പോണ്ടിലേക്കാണ് നമ്മൾ ഈ ഫിൽറ്റർ യൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് കോയി ഫിഷസിനെ പോലെ വലിയ മീനാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ 1800 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പോണ്ടിലേക്ക് മാത്രമാണ് ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വോളിയം സെപ്പറേഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ എണ്ണം മീനിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന പോണ്ടിലുണ്ടാകുന്ന വേസ്റ്റും അതിനനുസരിച്ച് കൂടും. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനാണ് കമ്പനി തന്നെ ഇതൊരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിഡാണ് ഇതിൻ്റെ. യൂസർ മാനുവൽ. 2 ടൈപ്പ് സ്പോഞ്ച് വരുന്നുണ്ട്. ഇത് കാർബൺ സ്പോഞ്ചാണ്. പിന്നെ വേറൊരു ടൈപ്പ് സ്പോഞ്ചാണ്. ഇത് നമ്മളെ കണക്റ്റിംഗ് ഹോസാണ്. അതായത് സമ്മർസിബിൾ പമ്പ് പോണ്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ ഫിൽറ്ററിലേക്ക് വരാനുള്ള പൈപ്പാണിത്. പിന്നെ ഇത് ഫിൽറ്ററിലേക്ക് വെള്ളം സ്പ്രേ രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പൈപ്പ്. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷൻ പാർട്സ് ആണ്. അതിൻ്റെ കണക്ടറും പിന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോമീഡിയ ആഡ് ചെയ്യാനുള്ള അതിൻ്റെ ബയോമീഡിയ ബാഗാണ്. ഇത് വേറൊരു കണക്ഷൻ പാർട്ടാണ്. ഇതാണ് സമ്മർസിബിൾ പമ്പ്. ഇത് നമ്മൾ പോണ്ടിലേക്ക് ഇറക്കി വെക്കുന്നതായിരിക്കും. ഒരു 10 മീറ്റർ കേബിൾ ലൈൻ ഉണ്ടാവും. ഇതിലാണ് നമ്മൾ UV ലൈറ്റ് വരിക. ഇതിൽ കൂടെ വെള്ളം കയറിയിട്ടാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് വരിക. അപ്പോൾ UV ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ പ്രാവശ്യം ഫിൽറ്ററിലേക്ക് വെള്ളം എത്തുന്നത്. ഇതാണ് നമ്മളെ UV ലൈറ്റ് വരുന്നത്. UV ബൾബ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്കാണ് ഇടുക. ഇതിലേക്കാണ് വെള്ളം വന്നിട്ട് പിന്നെ തിരിച്ച് ഫിൽറ്ററിലേക്ക് വെള്ളം കയറി വരിക. ഇതാണ് ബയോമീഡിയ. 2 ബാഗാണ് ബയോമീഡിയ ഉള്ളത്. ഇതിലാണ് നമ്മളെ ബാക്ടീരിയ കോളനീസ് ഉണ്ടാവുക. അത്രയും പാർട്സാണ് ഈ ഫിൽറ്ററിലുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ഒരു പോണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം.